സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിലും എടുക്കാൻ പോകുന്നത്. അപ്പം ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ എല്ലാവർക്കും കറക്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമ്മൾ എൻജിൻസ് എന്താണെന്ന് പറഞ്ഞു, അതായത് ഹീറ്റ് എനർജി ടു വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻജിൻസ് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനും എക്സ്റ്റേർണൽ കമ്പഷൻ എഞ്ചിനും ജസ്റ്റ് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രീഫായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ തന്നെ കുറേ ഡീറ്റെയിലിംഗ് ആയിരുന്നു. അതിൻ്റെ തന്നെ മെയിൻ കോമ്പോണൻറ്റ്സ് ഓഫ് IC എഞ്ചിൻ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞ പോർഷനാണ്. പിന്നെ അതുപോലെ തന്നെ IC എഞ്ചിൻ്റെ ടെർമിനോളജീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ SI എഞ്ചിനും, അതായത് സ്പാർക്ക് ഇഗ്നീഷ്യസ് എഞ്ചിനും അതുപോലെ തന്നെ കംപ്രഷൻ ഇഗ്നീഷ്യസ് എഞ്ചിനും ഇതും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷനും, അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. പിന്നെ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഇതുവരെയാണ് നമ്മളിപ്പം ക്ലാസ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. മേ ബി ക്ലാസ്സിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുക, കാരണം എക്സാം നമുക്ക് അത്രയും അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഗീവ്സ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് 4-stroke എൻജിൻ വർക്കിംഗ്. 4-stroke എൻജിൻ്റെ വർക്കിങ്ങിൻ്റെ കറക്റ്റ് സീക്വൻസ് തരുന്നത് ഈ ഓപ്ഷനിൽ ഏത് ആൻസർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് സക്ഷൻ, എക്സോസ്റ്റ്, പവർ, കംപ്രഷൻ. ഓപ്ഷൻ ബി സക്ഷൻ, പവർ, കംപ്രഷൻ, എക്സോസ്റ്റ്. ഓപ്ഷൻ സി സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഓപ്ഷൻ ഡി സക്ഷൻ, കംപ്രഷൻ, എക്സോസ്റ്റ്, പവർ. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ വരുന്നത് ഫസ്റ്റത്തെ തന്നെ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്രഷൻ ആണ് ഇതിൽ 4-stroke എഞ്ചിനിൽ വരുന്നത് എന്നുള്ളത്, അതായത് ഇഞ്ചക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ഞാൻ ജസ്റ്റ് ആ രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പം ലാസ്റ്റത്തെ 2 ഓപ്ഷനിൽ തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, അതായത് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ലാസ്റ്റാണ് എക്സോസ്റ്റ് വരിക. സക്ഷൻ ഫസ്റ്റ് വരും, പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യും, പിന്നെ അതിൽ നിന്ന് പവർ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ അത് എക്സോസ്റ്റിലേക്ക് വരും. അപ്പം ആ ഒരു പ്രൊസീജിയറാണ് നമുക്കിപ്പം 4-stroke എഞ്ചിനിൽ വരുന്നത്. അപ്പം ആ ഒരു ആൻസർ നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ SI എൻജിൻ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ടേക്ക് പ്ലേസ് അറ്റ്. അപ്പം SI എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷ്യസ് എൻജിൻ, അതിൽ ബേണിംഗ് ഓഫ് ഫ്യൂവൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഓപ്ഷൻ എ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി കോൺസ്റ്റൻറ്റ് വോളിയം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി കോൺസ്റ്റൻറ്റ് പ്രഷർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SI എഞ്ചിൻ്റെയും CI എഞ്ചിൻ്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് അത് തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ദ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻ SI എഞ്ചിൻ, burning of fuel take place at constant pressure in CI engines. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിക്കാണല്ലോ. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോൺസ്റ്റൻറ്റ് വോളിയം ആണ് SI എഞ്ചിനിൽ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പം SI എഞ്ചിൻ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ് ആൻസർ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, SI engine operate with option A low pressure and temperature, option B none of these, option C high pressure and temperature, option D medium pressure and temperature. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ടെമ്പറേച്ചറിനെ വെച്ചിട്ട് തന്നിട്ടുള്ളത്. അപ്പം SI എഞ്ചിൻ്റെ ഓപ്പറേഷനിൽ അതിൽ ആ ഒരു പ്രഷറും ടെമ്പറേച്ചറും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ്.
SI എൻജിനിൽ വരുന്നത്. CI എൻജിനിൽ ആണെങ്കിൽ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറാണ് CI എൻജിനിൽ വരുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം SI എൻജിന് നമ്മൾ പെട്രോൾ എൻജിനാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ഓട്ടോമൊബൈൽസ്, അങ്ങനെ എയ്റോപ്ലെയിൻസ്, അതായത് ഹെവി വെഹിക്കിൾസ് അല്ലാത്ത വെഹിക്കിൾസിലാണ് നമ്മൾ മെയിനായിട്ട് SI എൻജിൻസ് യൂസ് ചെയ്യുന്നത്. CI എൻജിൻസ് വരുന്ന സമയത്ത് അതിൽ ഹെവി വെഹിക്കിൾസാണ് വരുന്നത്, അതായത് ലോറീസ്, ട്രക്സ്, അങ്ങനത്തെ ഓരോന്ന്. അപ്പം അതിൽ പ്രഷർ കൂടുതൽ വേണമെന്നുള്ള രീതിയിലും ഇതിൽ പ്രഷറും ടെമ്പറേച്ചറും കുറച്ച് മതി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതേ രീതിയിൽ ഓർത്ത് വെച്ചാലും നല്ലതാണ്. നമുക്ക് അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയണത് ആൻസർ കറക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അതേ രീതിയിൽ കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് മൈൻഡിൽ ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് CI എൻജിൻ ഓപ്പറേറ്റ് വിത്ത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. 4 ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ A ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഓപ്ഷൻ B ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഓപ്ഷൻ C മീഡിയം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഓപ്ഷൻ D നൺ ഓഫ് ദീസ്. അപ്പം CI എൻജിൻ ഓപ്പറേറ്റ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. നമ്മളിപ്പം SI എൻജിനും CI എൻജിനും സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ഇത് റിലേറ്റഡ് തന്നെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ CI എൻജിൻസ് ടെമ്പറേച്ചർ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു CI എൻജിന് ഹൈ ടെമ്പറേച്ചറാണ് വരുന്നത് എന്ന്. അപ്പം ആ ഒരു CI എൻജിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. CI എൻജിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് ഞാൻ ആദ്യം 4 ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസിൽ A 250 ഡിഗ്രി ടു 300 ഡിഗ്രി, ഓപ്ഷൻ B എബോവ് 1000 ഡിഗ്രി, ഓപ്ഷൻ C 600 ഡിഗ്രി ടു 700 ഡിഗ്രി, ഓപ്ഷൻ D ബിലോ 100 ഡിഗ്രി. അപ്പം ടെമ്പറേച്ചർ റേഞ്ച് ഇൻ CI എൻജിൻസ് വരുന്നത് 600 ഡിഗ്രി ടു 700 ഡിഗ്രിയാണ്. അതായത് ഓപ്ഷൻ C 600 ഡിഗ്രി ടു 700 ഡിഗ്രി സെൽഷ്യസ് ആണ് CI എൻജിനിലെ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. മറിച്ച് ഇപ്പം SI എൻജിനിലാണെങ്കിൽ 250 ടു 350 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റേഞ്ചാണ് നമുക്കിപ്പം SI എൻജിനിൽ വരുന്നത്. അപ്പം അത് കമ്പയർ ചെയ്ത് പറയണത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ആൻസർ മാറിപ്പോകണ്ട, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. SIയിൽ ലോ ആണ് ടെമ്പറേച്ചർ വരുന്നത് അല്ലെങ്കിൽ പ്രഷർ വരുന്നത്. CI എൻജിനിലാവുന്ന സമയത്ത് ഹൈ പ്രഷറും ടെമ്പറേച്ചറും ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ, അതായത് CI എൻജിൻ്റെ വാല്യൂസിനേക്കാളും കുറഞ്ഞ വാല്യൂസ് ആയിരിക്കും SI എൻജിന് വരുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പം CI എൻജിൻ്റെത് 600 ഡിഗ്രി ടു 700 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI എൻജിൻ ഈസ് വർക്കിംഗ് അണ്ടർ. SI എൻജിൻ സ്പാർക്ക് ഇഗ്നീഷ്യസ് എൻജിനാണ്. അത് വർക്കിംഗ് അണ്ടർ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A നൺ ഓഫ് ദീസ്, ഓപ്ഷൻ B ഡീസൽ സൈക്കിൾ, ഓപ്ഷൻ C ഓട്ടോ സൈക്കിൾ, ഓപ്ഷൻ D കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ. അപ്പം SI എൻജിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അണ്ടർ ഓട്ടോ സൈക്കിളാണ്. അതിന് നമ്മൾ 4 പ്രോസസ്സ് ഉണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 പ്രോസസ്സ് എന്തൊക്കെയായിരുന്നു? കോൺസ്റ്റൻറ്റ് വോളിയം, പിന്നെ അതുപോലെ തന്നെ അഡാബാറ്റിക്, പിന്നെ ഹീറ്റ് അഡിഷൻ ഓർ കംപ്രഷൻ. അപ്പം അത്രയാണ് 4. കോൺസ്റ്റൻറ്റ് വോളിയം 1 ആണ് വരുന്നത്, അഡാബാറ്റിക് വരുന്നത് 2 ആണ്, ഹീറ്റ് അഡിഷൻ ഓർ കംപ്രഷൻ വരുന്നത് 1 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് അണ്ടർ ഓട്ടോ സൈക്കിൾ 4 പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CI എൻജിനിലാണെങ്കിൽ വർക്കിംഗ് അണ്ടർ ഡീസൽ സൈക്കിളാണ്. സെയിം പ്രോസസ്സൊക്കെ സെയിം തന്നെയാണെങ്കിലും CI എൻജിനിൽ ഡീസൽ സൈക്കിളാണ്, SI എൻജിനിലാണെങ്കിൽ അണ്ടർ ഓട്ടോ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് SI എൻജിൻ ഈസ് വർക്കിംഗ് അണ്ടർ ഓട്ടോ സൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI എൻജിൻസ് ആർ ഡാഷ് ടൈപ്പ് എൻജിൻ.
അപ്പം SI എൻജിന് ഏത് ടൈപ്പ് എൻജിൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നൺ ഓഫ് ദീസ്, ഓപ്ഷൻ ബി ക്വാളിറ്റി ഗവേൺഡ് എൻജിൻ, ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദം, ഓപ്ഷൻ ഡി ക്വാണ്ടിറ്റി ഗവേൺഡ് എൻജിൻ. അപ്പം SI എൻജിൻ എന്ത് ഗവേൺഡ് എൻജിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. SI എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷ്യസ് എൻജിൻ ആണ്. അപ്പം സ്പാർക്ക് ഇഗ്നീഷ്യസ് എൻജിൻസ് ആർ ക്വാളിറ്റി ഗവേൺഡ് എൻജിൻസ് ആണ് വരുന്നത്. അപ്പം സ്പാർക്ക് ഇഗ്നീഷ്യസ് എൻജിനിൽ ക്വാളിറ്റി ആണ് ഗവേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കംപ്രഷൻ ഇഗ്നീഷ്യസ് എൻജിൻ അല്ലെങ്കിൽ ഡീസൽ എൻജിൻസിൽ ക്വാണ്ടിറ്റി ഗവേൺഡ് എൻജിൻസ് ആണ് വരുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. SI എൻജിൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻജിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ക്വാളിറ്റി ഗവേൺഡ് എൻജിൻസ് ആണ് ആൻസർ വരിക. അപ്പം അതുവരെ ക്ലിയർ ആയിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിവൈസ് ഫോർ മിക്സിംഗ് എയർ ആൻഡ് ഫ്യൂവൽ ഇൻ ദ കറക്റ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ എയറും ഫ്യൂവലും കറക്റ്റ് മിക്സ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഓപ്ഷൻ ബി കാർബറേറ്റർ, ഓപ്ഷൻ സി കൂളിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി കാർബറേറ്റർ ആണ്. നമ്മളത് പെട്രോൾ എൻജിൻ്റെത് പറഞ്ഞപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്സിംഗ് ഓഫ് ഫ്യൂവൽ വിത്ത് എയർ ചെയ്യുന്നത് കാർബറേറ്ററിലാണ്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗും പിന്നെ അതുപോലെ തന്നെ കാർബറേറ്ററും ഓൺലി ഇൻ പെട്രോൾ എൻജിനാണ്. അപ്പോൾ അത് ഡീസൽ എൻജിനിലേക്ക് അങ്ങനൊരു കാര്യം തന്നെ വരുന്നില്ല. അപ്പം സ്പാർക്ക് പ്ലഗും കാർബറേറ്ററും വരുന്നത് പെട്രോൾ എൻജിനിലാണ്. അത് മെയിനായിട്ട് നോക്കി വെക്കുക. അപ്പം കാർബറേറ്റർ എന്നുള്ള ആൻസർ കറക്റ്റ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ദ കോമ്പോണൻറ്റ് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കാർബറേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എയർ ഫിൽറ്റർ, ഓപ്ഷൻ ബി ഇൻജെക്ടർ, ഓപ്ഷൻ സി ചോക്ക് വാൽവ്, ഓപ്ഷൻ ഡി ത്രോട്ട് വാൽവ്. അപ്പം കോമ്പോണൻറ്റ്സ് ഓഫ് എ കാർബറേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പാർട്സാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ഇൻജെക്ടറാണ് നമുക്ക് കാർബറേറ്ററിൻ്റെതല്ല പാർട്ട് അല്ലെങ്കിൽ കോമ്പോണൻറ്റ്സ് അല്ലാണ്ട് വരുന്നത്. ഓപ്ഷൻ ബി ഇൻജെക്ടറാണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ആണെങ്കിലും ചോക്ക് വാൽവ് ആണെങ്കിലും ത്രോട്ട് വാൽവ് ആണെങ്കിലും ഒക്കെ തന്നെ കാർബറേറ്ററിൻ്റെ കോമ്പോണൻറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻജെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതൊരു ഡീസൽ എൻജിൻ്റെ പാർട്ടാണ് വരുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷനിൽ തന്നെ ഉള്ളതാണ് ഇൻജെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ആൻസർ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണു. മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ കവർ ചെയ്യാൻ നോക്കുക. പഠിച്ചത് വെച്ചിട്ട് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.